സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതായത് ഓപ്ഷൻ കട്ട് ചെയ്തെടുക്കുന്ന ക്വസ്റ്റ്യനുകളുണ്ട്. അതുപോലെ ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് ആ ഹാളിലേക്ക് വരുമ്പോൾ നമ്മുടെ അത്രയും പെർഫെക്റ്റ് ആയി എഴുതി ശീലിച്ചാൽ കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരാ? കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ അല്ലെ? KP കേശവമേനോൻ അല്ലേ? അതായത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ONGC ഇപ്പൊ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. എന്നാ വന്നേന്ന് ചോദിക്കാം. ONGC 1956 ONGC വന്നത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമുക്ക് ഹോട്ട് ടോപ്പിക്സുമായിട്ട് പാർട്ട് 2 നമുക്ക് കാണാം. LDC ഹോട്ട് ടോപ്പിക്സ് പാർട്ട് 2ലേക്ക് കിടക്കാം അല്ലെ? പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായിട്ട് പഠിച്ചു വരണേ, ഒരു ടെൻഷനും അടിക്കരുത്. ടെൻഷൻ അടിക്കുക. എല്ലാവരും പറയും സാറേ എല്ലാം കൂടെ അങ്ങ് അവിയൽ വരുമായി, ഇപ്പൊ അങ്ങോട്ട് അടുക്കും തോറും ടെൻഷനാണ്. ആയിക്കോട്ടെ, ടെൻഷൻ ആയാലും നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ടെൻഷൻ അടിച്ചിട്ട് ഇപ്പൊ എന്താണ്, അന്താരാഷ്ട്ര പരീക്ഷ വല്ലതും ആണോ? നിങ്ങൾ അതുകൊണ്ട് ഇതില്ലെങ്കിൽ മറ്റൊന്ന്, അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ചാവാൻ പോകുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അവസാന നിമിഷം വരെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, പക്ഷെ ടോപ്പിക് കറക്റ്റ് ആയിട്ട് പഠിക്കണം. കറക്റ്റ് ടോപ്പിക് ബേസ് വെച്ച് പഠിക്കുകയും റിവിഷൻ നടത്തുകയും സ്കൂൾ ടെസ്റ്റ് കവർ ചെയ്യുകയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യുകയും അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുകയും വേണം. തിങ്കളാഴ്ച വരുന്ന തൊഴിൽവാർത്തയോ തൊഴിൽ വീഡിയോ, അതുപോലെ തന്നെ എൻട്രിയിൽ തന്നെ ആഴ്ചയിൽ 3 മോക്ക് ടെസ്റ്റ് വീതമല്ലേ നിങ്ങൾക്ക് തരുന്നത്. 100 മാർക്കിന്റെ 3 OMR ടെസ്റ്റുകളാണ് തരുന്നത്. അത് റിവിഷൻ നടത്താം. അതുപോലെ ഈ തൊഴിൽവാർത്ത തൊഴിൽ വീതി വരുന്ന പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വരുന്ന മോക്ക് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും കടകളിൽ ചെന്ന ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ കാണാം. അതൊക്കെ ചെയ്ത് ശീലിക്കുക എന്ന് പറഞ്ഞാൽ അതേന്നും പറഞ്ഞ് സമയം കളയരുത്. ഒരാഴ്ചയിൽ 1 or 2 എങ്കിലും ചെയ്ത് ശീലിച്ച് നെഗറ്റീവുകൾ കുറച്ച് വരണം കേട്ടോ. ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാതെ ചുമ്മാ ഇരുന്ന് പഠിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഹാളിൽ പോയി പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നത്. എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. അവർ പറയാം എല്ലാം പഠിച്ചു, എനിക്ക് അങ്ങനെ പരീക്ഷ ചെയ്ത് ശീലമില്ല എന്ന്. പരീക്ഷ ചെയ്ത് ശീലിക്കണമെന്നേ നിങ്ങൾ അബദ്ധം കാണിച്ച. കാരണം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതായത് ഓപ്ഷൻ കട്ട് ചെയ്തെടുക്കുന്ന ക്വസ്റ്റ്യനുകളുണ്ട്. അതുപോലെ ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് ആ ഹാളിലേക്ക് വരുമ്പോൾ നമ്മുടെ അത്രയും പെർഫെക്റ്റ് ആയി എഴുതി ശീലിച്ചാൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഹാളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമാവും. അതുകൊണ്ട് മനസ്സിൽ അവിയൽ പരുവമെന്ന് തോന്നുകയാണെങ്കിലും പഠിക്കുക. കറക്റ്റ് പോർഷൻ ബേസ് വെച്ച് പഠിക്കുക. ഇപ്പൊ ഇന്ത്യൻ ജോഗ്രഫി എടുക്കുന്നു, അല്ലെങ്കിൽ കേരള ജോഗ്രഫി എടുക്കുന്നു, ലോക ജോഗ്രഫി എടുക്കുന്നു. ലോക ജോഗ്രഫി ഒരു ദിവസം എടുത്താൽ കുറച്ച് നേരം അങ്ങ് പഠിക്കുക. ഏതാ? അന്തരീക്ഷ പാളികൾ, അല്ലെങ്കിൽ സമുദ്രങ്ങൾ, ശിലകള്, കാറ്റുകള്, മേഘങ്ങൾ, ഇങ്ങനെ കുറച്ച് മാറ്റി വെക്കുക. ഇന്ത്യൻ ജോഗ്രഫി എടുക്കുക, ഹിമാലയത്തിന്റെ നിരകളെ കുറിച്ച് പഠിക്കുക. കുറേശ്ശെ ഓരോ സെക്ഷൻ തീർച്ചു വെക്കുക. അത് പെർഫെക്റ്റ് ആവുന്ന ഉറപ്പുവരുത്തുക. അടുത്ത ദിവസം രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ തലേന്ന് പഠിച്ചത് മൊത്തത്തിൽ ഒന്നും കൂടെ ഒന്ന് കണ്ണോടിക്കുക. പെട്ടെന്ന് മറന്നു പോകുന്നത് ഒരു കൊച്ചു നോട്ട്ബുക്കിലായിട്ട് എഴുതി വെക്കുക. ഇന്ന ഭാഗം ഒന്നും കൂടെ കവർ ചെയ്യണം. അങ്ങനെ പോവുക. ഇനി ദിവസങ്ങളില്ലേ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പെർഫെക്റ്റ് ആണ്. കഴിഞ്ഞ പോലീസ് വനിതാ കോൺസ്റ്റബിൾ പരീക്ഷയൊക്കെ കണ്ടോ? ശനിയാഴ്ച നടന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാ. സ്റ്റേറ്റ്മെന്റ് വരെ ചോദിച്ചത് വരെ വളരെ സിമ്പിൾ. അങ്ങനെ അധികം ആർക്കും മാർക്ക് ഹാളിൽ ഇരുന്ന് പെർഫെക്റ്റ് ആയി എഴുതിയവർക്കൊന്നും ആർക്കും മാർക്ക് പോകത്തില്ല. കാരണം എന്താ? പഞ്ചായത്ത് രാജിൽ നിന്ന് ഒരു ചോദ്യം, CAG കുറിച്ച് ഒരു ചോദ്യം, പ്രധാനമന്ത്രിയെ കുറിച്ച് ഒരു ചോദ്യം, അതുപോലെ മൗലിക അവകാശത്തിൽ നിന്നൊരു ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് ഒരു ചോദ്യം. ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ പഠിച്ചവർക്കെല്ലാം കറക്റ്റ് മാർക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാ, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഒരു ബുദ്ധിമുട്ടും ഇപ്പം വരുന്നില്ല. മെനക്കെട്ട് ആ ടോപ്പിക് അനുസരിച്ച് പഠിച്ചു വരിക കേട്ടോ. എനിക്കിത് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഇനിയും സമയമുണ്ട്. മാത്സിന്റെ കാര്യത്തിൽ സാറേ പോളിനോമിയൽ എനിക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ എനിക്ക് പ്രോബബിലിറ്റി അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ അത്രയധികം ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിടക്കിയല്ലേ ഇവിടെ. അത് മെനക്കെട്ട് കണ്ട് ശീലിക്കുക. അല്ലെങ്കിൽ നല്ല കൂട്ടുകാരിയെ കണ്ടിട്ട് ഇത് നമുക്കൊന്ന് വർക്ക് ചെയ്യണം എന്ന് നോക്കാം. ഒരുമിച്ചിരുന്ന് പഠിക്കുക. അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം പഠിച്ചാലല്ലേ ജീവിതകാലം മൊത്തം സേഫ് സോണിൽ എത്താൻ വേണ്ടി നിങ്ങൾ പോകുന്നത്. അപ്പം പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് തീർക്കാൻ കഴിയുന്ന എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ തീർത്തിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ പറയാ, ചുമ്മാ എന്നും കുറെ ബുക്ക് എടുത്ത് വെച്ച് വായന ഇന്ന ടോപ്പിക്ക് തീർന്നു എന്നതിലല്ല. അത് പെർഫെക്റ്റ് ആയി ഉറപ്പുവരുത്തുന്നത് പഴയ ചോദ്യ പേപ്പറുകൾ ചെയ്താണ് കേട്ടല്ലോ, അല്ലെങ്കിൽ പുതിയ മോക്ക് ടെസ്റ്റുകൾ ചെയ്താണ്. ഓരോരുത്തരോടും പറയാണ്, ഇനിയും ദിവസങ്ങളുണ്ട്. വിശ്വസിച്ച് മുന്നോട്ട് പോവുക, ആത്മവിശ്വാസത്തോടെ പോവുക. ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ഞാനും ചെയ്തു തരും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 5 എണ്ണം കൊണ്ടുവന്നില്ലേ, ഇപ്പൊ 5 എണ്ണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. 5 എണ്ണം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അതും നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമുക്കൊന്ന് റിവിഷൻ നടത്താം. ആദ്യം റിവിഷൻ നടത്തിയിട്ട് 5 ടോപ്പിക്കിലേക്ക് പോവാം. 5 ടോപ്പിക്കും ഒക്കെ ഇന്നത്തെ 5 ടോപ്പിക്ക് ഇന്ത്യൻ, ഇന്നലെ വനിതാ സംവരണ ബില്ല്, പത്രങ്ങള്, വരികള് ഒക്കെ ഒന്ന് പറഞ്ഞു തന്നെ. പരീക്ഷ എടുക്കുമ്പോൾ ഒന്നും കൂടെ ഞാൻ പറയൂ. അത്
ഇവിടെ നോക്കെ ഇന്ന് പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ച് പഠിക്കണം. അതുപോലെ MS സ്വാമിനാഥൻ, ജമ്മു കാശ്മീർ വിഭജനം, രോഗനിർണയ ടെസ്റ്റുകൾ, ഏഷ്യൻ ഗെയിംസ് 2023. നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിനു മുമ്പ് കുറച്ച് റിവിഷൻ നടത്തട്ടെ, അറിയാമോ എന്ന് നോക്കട്ടെ. കുറച്ച് റിവിഷൻ. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ആരുടെയായിരുന്നു? ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം VK കൃഷ്ണമേനോൻ അല്ലെ? VK കൃഷ്ണമേനോൻ അല്ലേ ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം? മലയാളിയാണ് VK കൃഷ്ണമേനോൻ. ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊള്ളാൻ കാരണമായ ഉടമ്പടി 1955 ബാന്തുങ് ഉടമ്പടിയാണ്. 55 ബാന്തുങ് ഉടമ്പടി. ഈ ബാന്തുങ് എവിടാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്തോനേഷ്യ. ബാന്തുങ് എവിടെയാണ്? ഇന്തോനേഷ്യ. പക്ഷെ ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ടതെന്ന്, ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം എന്നൊക്കെ ചോദിച്ചാൽ 1961 ബെൽഗ്രേഡ് സമ്മേളനം. 1961 ബെൽഗ്രേഡ് സമ്മേളനം. ആരായിരുന്നു ബെൽഗ്രേഡ് സമ്മേളനത്തിൽ? ബെൽഗ്രേഡ് സമ്മേളനം 1961. ബെൽഗ്രേഡ് ഏത് സംസ്ഥാനത്താണ്? ഏത് രാജ്യത്താ? യൂഗോസ്ലാവിയ. അപ്പൊ ബാന്തുങ് ഇന്തോനേഷ്യയിലും ബെൽഗ്രേഡ് യൂഗോസ്ലാവിയയിലും. പഠിച്ചു വെച്ചിരിക്കണേ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ശില്പി നമ്മുടെ ജവഹർലാൽ നെഹ്റു അല്ലേ? ആണ്. ആരൊക്കെ ചേർന്നാണ് ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിച്ചത്? ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു, ഈജിപ്തിന്റെ ഗമാൽ അബ്ദുൽ നാസർ, ഇന്തോനേഷ്യയുടെ അഹമ്മദ് സുക്കാർണോ, യൂഗോസ്ലാവിയയുടെ മാർഷൽ ടിറ്റോ. അപ്പൊ ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊടുക്കുന്നതിൽ നേതാക്കന്മാർ. അത് സ്കൂൾ ടെസ്റ്റ് കിടപ്പുണ്ട് നിങ്ങൾക്ക്. അതുപോലെ ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം മലയാളിയായ VK കൃഷ്ണമേനോൻ വേറൊരെണ്ണമുണ്ട്. ഏതാ? സൈനിക സ്കൂൾ എന്ന ആശയം ആരുടെയെന്ന് ചോദിച്ചിട്ടില്ല ഇവിടെ. VK കൃഷ്ണമേനോൻ അല്ലേ? സൈനിക സ്കൂൾ എന്ന ആശയം നമ്മുടെ കേരളത്തിൽ എവിടെയാ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്? കഴക്കൂട്ടമാണ്. സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കഴക്കൂട്ടമാണ് സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. VK കൃഷ്ണമേനോൻ വേറൊരെണ്ണം പഠിക്കുമല്ലോ. എന്താ? 1961 ഗോവ വിമോചന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ അല്ലേ? ആണ്. 61 ഗോവ വിമോചന സമയത്ത് VK കൃഷ്ണമേനോൻ. പിന്നെ ഏതാ പഠിക്കുന്നത്? 57 ഐക്യരാഷ്ട്ര സഭയിൽ തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ചതും VK കൃഷ്ണമേനോൻ. UNOയിൽ തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ചതും VK കൃഷ്ണമേനോൻ. ഏത് ജില്ലക്കാരനാണ് VK കൃഷ്ണമേനോൻ? കോഴിക്കോടുകാരന്. അദ്ദേഹത്തിന്റെ മ്യൂസിയം അവിടെ ഇല്ലേ? അപ്പൊ VK കൃഷ്ണമേനോൻ മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? കോഴിക്കോടാണ്. VP മേനോൻ എവിടുത്തുകാരനാണ്? VP മേനോൻ പാലക്കാട് ഒറ്റപ്പാലംകാരനാണ് അല്ലെ? പാലക്കാട് ഒറ്റപ്പാലംകാരനാണ് VP മേനോൻ. എവിടെയെന്ന് ചോദിച്ചാൽ C ശങ്കരൻ നായർ എവിടെയാണ്? C ശങ്കരൻ നായർ അതും പാലക്കാട്, മങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ്, പാലക്കാട്. അപ്പം ഗോവ വിമോചനം ഏത് വർഷം? 1961. ഈ 61 ഗോവ മാത്രമാണോ പോർച്ചുഗീസുകാർ വിട്ടുപോയത്? അല്ല. ഗോവ, ഡാമൻ, ഡിയു എന്നിവ പോർച്ചുഗീസുകാർ വിട്ടുപോയ വർഷം ചോദിച്ചാൽ എന്ത് പറയണേ? 1961 പോർച്ചുഗീസുകാർ വിട്ടുപോയത്. ഓർമ്മ വേണേ. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത് എന്താണ്? ഫ്രഞ്ചുകാർ വിട്ടുപോയത് 1954. 54 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത് അല്ലെ? 54 ഏതൊക്കെയാ ഫ്രഞ്ചുകാർ ഇന്ത്യ കീഴടക്കി വെച്ചിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാ? 1 പോണ്ടിച്ചേരി, 2 മാഹി, 3 യാനം, 4 കാരക്കൽ, 5 ചന്ദ്രനഗർ അല്ലെ? ചാന്ദ്രനഗർ. അപ്പൊ പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചാന്ദ്രനഗർ ഇത്രയാണ് ഫ്രഞ്ചുകാർ ഇന്ത്യ കീഴടക്കി വെച്ചിരുന്നത്. ഏത് വർഷമാണ് പോയത്? 54. ഡച്ചുകാർ പോയത് ഏത് വർഷമാണ്? ഡച്ചുകാർ അത് നമ്മുടെ കേരളത്തിലാ അല്ലെ? കുളച്ചൽ യുദ്ധം. ഏത് വർഷമാണ് കുളച്ചൽ യുദ്ധം? 1741. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാ? മാർത്താണ്ഡവർമ്മയും വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ദിലനോയും. ഇതോടുകൂടി ഡച്ചുകാരെ പുറത്താക്കി. അപ്പൊ ഡച്ചുകാരെ പുറത്താക്കിയ യുദ്ധം കുളച്ചൽ യുദ്ധം. ഏത് വർഷം? 1741 അല്ലെ? മാർത്താണ്ഡവർമ്മയല്ലേ? മാർത്താണ്ഡവർമ്മ എന്ന കൃതി ആരുടെയാണ്? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ കൃതികൾ ആരുടെയാ? CV രാമൻ പിള്ളയുടെയാണ്. CV രാമൻ പിള്ളയുടെയായിരുന്നു. അത് ഓർത്തു വെച്ചിരിക്കണേ. CV രാമൻ പിള്ളയിലൂടെ മലയാളി മെമ്മോറിയൽ എഴുതിയത് ആണ്. മലയാളി മെമ്മോറിയൽ എഴുതിയത് CV രാമൻ പിള്ള. പക്ഷെ നേതാവ് അദ്ദേഹം അല്ല. മലയാളി മെമ്മോറിയലിന്റെ നേതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ് അല്ലെ? ആരായിരുന്നു? ബാരിസ്റ്റർ GP പിള്ള. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാരിസ്റ്റർ GP പിള്ള. എങ്ങനെയാ? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ച ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. 1 പഠിച്ചു. 2 INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. 3 ഇന്ത്യൻ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ നേതാവ് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികനാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരാ? കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവ മേനോൻ അല്ലെ? KP കേശവ മേനോൻ അല്ലേ? അതായത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് TK മാധവനും KP കേശവ മേനോനും ഒക്കെ അല്ലേ? നമ്മൾ പഠിക്കാറുണ്ട് വൈക്കം സത്യാഗ്രഹവുമായി. KP കേശവ മേനോനെ വേറൊരിടത്ത് പഠിക്കും. നമ്മുടെ മാതൃഭൂമി പത്രം സ്ഥാപിച്ചത് അല്ലെ? 1923 കോഴിക്കോട് നിന്ന് മാതൃഭൂമി പത്രം സ്ഥാപിച്ചത് ആരാണ്? കോഴിക്കോട് നിന്ന് മാതൃഭൂമി പത്രം. ഏത് വർഷം? 23 KP കേശവ മേനോന്. അപ്പൊ കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? KP കേശവ മേനോനാണ്. ഓർത്തു വെച്ചിരിക്കണേ. മാതൃഭൂമി പത്രം വന്ന വർഷം എന്ന 23 കോഴിക്കോട് നിന്ന്.
നിന്ന്. അത് ദിനപത്രമായത് 30-ലാണ്. ദിനപത്രമായത് എവിടെ നിന്ന? 30-ൽ. കോഴിക്കോട് നിന്നാണ്. കോഴിക്കോടല്ലേ ഇവിടെ മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി വന്നത്? മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കോഴിക്കോട്. ഏതാ? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി 1972-ലാണ് വരുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി വരുന്നത് 1972. കോഴിക്കോട് വേറൊരു ജലവൈദ്യുത പദ്ധതി ഉണ്ട്, ഉറുമി ജലവൈദ്യുത പദ്ധതി. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉറുമി ജലവൈദ്യുത പദ്ധതി ചൈനയുടെ സഹായത്തോടെ, അല്ലെ, ചൈനയുടെ സഹായത്തോടെ വന്നതാണ് കോഴിക്കോട്. ഏതാണ്? ഉറുമി ജലവൈദ്യുത പദ്ധതി. വൃക്ഷങ്ങളുടെ തോട്ടം കോഴിക്കോടല്ലേ? കേരളത്തിൽ വൃക്ഷങ്ങളുടെ തോട്ടമുള്ള പെരുവണ്ണാമൂഴി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കോഴിക്കോടാണ്. വൃക്ഷങ്ങളുടെ തോട്ടം സ്ഥിതി ചെയ്യുന്ന പെരുവണ്ണാമൂഴി എവിടെയാണ്? കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ കോഴിക്കോടിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഓട് വ്യവസായ കേന്ദ്രം ഫറോക്ക്, തടി വ്യവസായ കേന്ദ്രം കല്ലായി, അല്ലെ? തടി വ്യവസായ കേന്ദ്രം എവിടെയാണ്? കല്ലായി ആണ്. ഉരു നിർമ്മാണ കേന്ദ്രം ബേപ്പൂര്. ഉരു നിർമ്മാണ കേന്ദ്രം ഏതാണ്? ബേപ്പൂരാണ്. കോഴിക്കോട് ഒരേ ഒരു വന്യജീവി സങ്കേത കേന്ദ്രമുണ്ട്. ഏതാണെന്നറിയാമോ? കോഴിക്കോട് വന്യജീവി സങ്കേത കേന്ദ്രമാണ് മലബാർ വന്യജീവി സങ്കേത കേന്ദ്രം. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേത കേന്ദ്രം ഏതാണ്? മലബാർ വന്യജീവി സങ്കേത കേന്ദ്രം. കോഴിക്കോടുള്ള ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? നല്ലളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെ? കോഴിക്കോട്. ബ്രഹ്മപുരം എവിടെ? ബ്രഹ്മപുരം എറണാകുളമാണ്. ബ്രഹ്മപുരം എവിടെയാണ്? എറണാകുളമാണ്, അല്ലെ? എറണാകുളത്തല്ലിയുടെ ഏറ്റവും വലിയതും ചെറുതുമായ പക്ഷി സങ്കേത കേന്ദ്രമുള്ളത്. എറണാകുളത്താണ് ഏറ്റവും വലുതും ചെറുതുമായ പക്ഷി സങ്കേത കേന്ദ്രം. ഏറ്റവും വലിയ പക്ഷി സങ്കേത കേന്ദ്രം തട്ടേക്കാട്, ഏറ്റവും ചെറുത് മംഗളവനവുമാണ്. ഏറ്റവും ചെറുത് ഏതാണ്? മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതും കേരള ഹൈക്കോടതിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതും കേരള ഹൈക്കോടതിയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതും ഒരു നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പക്ഷി സങ്കേത കേന്ദ്രമല്ലേ മംഗളവനം എന്ന് വിളിക്കുന്നത്? അപ്പൊ മംഗളവനം ഏത് ജില്ലയിലാണ്? മംഗളവനം എറണാകുളം. കണ്ടൽക്കാടുകൾ നിറഞ്ഞ പക്ഷി സങ്കേത കേന്ദ്രവും മംഗളവനമാണ്. കണ്ടൽക്കാടുകൾ നിറഞ്ഞ പക്ഷി സങ്കേത കേന്ദ്രം ഏതാണ്? മംഗളവനം. അപ്പൊ കൊച്ചി ഹൈക്കോടതിയുടെ തീരത്താണ്. കൊച്ചി ഹൈക്കോടതി വന്ന വർഷം എന്താണ്? കട്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവുകയാണ്. ശരിയായിട്ട് കേൾക്കും. ഇതെല്ലാം ബേസ് ആണ്. ഉത്തരം കിട്ടുന്നോന്ന് മാത്രം നോക്കിയാൽ മതി. എന്നാണ് കൊച്ചി ഹൈക്കോടതി വന്നത്? 1956 നവംബർ 1-ന്. 1956 നവംബർ 1-ന്. ആരൊക്കെയാ വന്നത് 56 നവംബർ 1-ന്? കേരള സംസ്ഥാനം നിലവിൽ വന്നു 56 നവംബർ 1. കേരള പോലീസ് വന്നു. കേരള പോലീസ് നിലവിൽ വന്നത് 56 നവംബർ 1. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അല്ലെ? പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നത് 56 നവംബർ 1. അതുപോലെ കൊച്ചി ഹൈക്കോടതി വന്നത് 56 നവംബർ 1-നാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ വന്ന എന്നാണ്? 56-ലാണ്. PSC വരുന്നത് 56-ലാണ്. PSC വരാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ്? PSC വരാൻ കാരണമായ പ്രക്ഷോഭം 1932-ലെ നിവർത്തന പ്രക്ഷോഭം. 32-ലെ നിവർത്തന പ്രക്ഷോഭം. ആരാ നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ്? സി കേശവൻ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് സി കേശവൻ. ആ പേര് കൊടുത്തത് IC ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് കൊടുത്തത് ആരാണ്? IC ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് സി കേശവൻ നടത്തിയ പ്രസംഗം ഏതാണ്? സി കേശവൻ നടത്തിയ പ്രസംഗം കോഴഞ്ചേരി പ്രസംഗം. 1935-ൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? സി കേശവൻ. 47-ൽ മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? 47-ൽ മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭനാണ്. മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പം PSC വരാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. എന്നാ PSC വന്നത്? 56. UPSC വന്ന എന്നാണ്? UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 1926-ലാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്ന എന്നാണ്? 26-ലാണ് വരുന്നത്. ഏത് കമ്മീഷൻ പ്രകാരം? ലോർഡ് ലീ, LEE, ലോർഡ് ലീ കമ്മീഷൻ പ്രകാരമാണ് UPSC വരുന്നത്. ഏത് വർഷമാണ് UPSC വരുന്നത്? 26. റീഡിംഗ് പ്രഭു ആണ് ഇത് കൊണ്ടുവരുന്നത്. റീഡിംഗ് പ്രഭുവിന്റെ കാലത്ത് ലോർഡ് ലീ കമ്മീഷൻ പ്രകാരം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നു. ഏത് വർഷം? 1926. അപ്പൊ 26-ൽ UPSC, 56-ൽ PSC. SSC എന്നാണ് വരുന്നത്? SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 1975-ലാണ് കേട്ടോ. SSC വന്നത് എന്നാണ്? 1975. വേറെണ്ണം പറയട്ടെ. 75-ല് ICDS പ്രോജക്ട് വന്നത് 75-ലാണ്. ICDS പ്രോജക്ട് വന്നത് ഏത് വർഷമാണ്? 75-ൽ. ഇന്ദിരാഗാന്ധി സർക്കാരാണ് കൊണ്ടുവരുന്നത്. 1975 ഒക്ടോബർ 2-നാണ് ICDS പദ്ധതി കൊണ്ടുവരുന്നത്. ആരാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയിൽ, ഇന്ദിരാഗാന്ധിയുടെ 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇത് കൊണ്ടുവരുന്നത്. ഗരീബി കടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി ഭക്ഷണം, വൈദ്യുത വിതരണ നിയമം. ഇതൊക്കെ ഏതായിരുന്നടെ? ജോലിക്ക് കൂലി ഭക്ഷണം, വൈദ്യുത വിതരണ നിയമം, ഗരീബി കടാവോ, ഇതൊക്കെ ഏതായിരുന്നടെ? നമ്മുടെ 5ാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ദിരാഗാന്ധിയാണ് കൊണ്ടുവരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് തെറ്റിപ്പോരുത്. ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് മൈ ട്രൂത്ത് എന്നതാണ്. മൈ ട്രൂത്ത് ആരുടെ ആത്മകഥയുടെ? ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയുടെ പേരാണ് മൈ ട്രൂത്ത്. മൈ ടൈംസ് ആരുടെ ആത്മകഥയാണ്? മൈ ടൈംസ് JB കൃപലാനിയുടെ ആത്മകഥയാണ്. JB കൃപലാനിയുടെ ആത്മകഥയുടെ പേരെന്താണ്?
മൈ ടൈംസ്, മൈ ലൈഫ് ആൻഡ് ടൈംസ് വി ഗിരിയുടെ ആത്മകഥയുടെ പേര്. മൈ ലൈഫ് ആൻഡ് ടൈംസ് ആരുടെയാണ്? വി ഗിരിയുടെ ആത്മകഥ. കേരള ഗവർണറായതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായത് വി ഗിരിയ. കേരള ഗവർണറായതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയ വ്യക്തി ആരുടെ? വി ഗിരിയുടെ ഏതാണ്? മൈ ലൈഫ് ആൻഡ് ടൈംസ്. മൈ ടൈംസ് ആരുടെയാ? JB കൃപലാനി. എവിടെയാ JB കൃപലാനി പഠിച്ചത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC-യുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചിട്ടില്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC-യുടെ പ്രസിഡന്റ് JB കൃപലാനി അല്ലെ. ഏത് സെക്ഷൻ? മീററ്റ് സെക്ഷൻ. മീററ്റ് ഏത് സംസ്ഥാനം? മീററ്റ് ഉത്തർപ്രദേശ്. സൂററ്റോ? സൂററ്റ് ഗുജറാത്ത്. മീററ്റ് ഉത്തർപ്രദേശ് ആണെങ്കിൽ സൂററ്റ് എവിടെയാണ്? ഗുജറാത്ത്. ബ്രിട്ടീഷുകാരുടെ ആദ്യ ഫാക്ടറി വന്നത് സൂററ്റിലല്ലേ? ആണ്. ബ്രിട്ടീഷുകാരുടെ ആദ്യ ഫാക്ടറി വന്നത് സൂററ്റിലാണ്. ഇന്ത്യയുടെ വജ്ര നഗരം സൂററ്റല്ലേ? ആണ്. സൂററ്റാണ്. സൂററ്റിന്റെ തീരത്തുകൂടി ഒഴുകുന്ന നദി ഏതാണ്? സൂററ്റിന്റെ തീരത്തുകൂടി ഒഴുകുന്നത് താപ്തിയാണ്. താപ്തി. കക്രപ്പാറ പദ്ധതി താപ്തിയിലല്ലേ? ഉഖായി പദ്ധതി താപ്തിയിലല്ലേ? അപ്പൊ സൂററ്റിന്റെ തീരത്തുകൂടി ഒഴുകുന്നത് താപ്തി. കക്രപ്പാറ പദ്ധതി താപ്തി നദിയിൽ. ഉഖായി പദ്ധതി ഏത് നദിയിലാണ്? ഉഖായി പദ്ധതിയും താപ്തി നദിയിലാണ്. കക്രപ്പാറ ഏത് സംസ്ഥാനത്താണ്? കക്രപ്പാറ ഗുജറാത്തിൽ. കക്രപ്പാറ അണക്കെട്ട് അല്ലെ, ആണവ നിലയൊക്കെ ചോദിച്ചില്ലേ? ഗുജറാത്ത്. കക്രപ്പാറ ഗുജറാത്ത് ആണെങ്കിൽ കൈഗ കർണാടക. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? കൈഗ എവിടെയാണ്? കർണാടകയിലാണ്. കൈഗ. സ്വർണം ഏറ്റവും കൂടുതൽ കർണാടകയ്ക്കല്ലേ? ആണ്. സ്വർണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കർണാടക. ഇന്ത്യയുടെ സ്വർണ്ണക്കനി തന്നെ കർണാടകയിലില്ലേ? ഏതാ ഇന്ത്യയുടെ സ്വർണ്ണക്കനി? കോളാറും ഹട്ടിയും അല്ലെ. കോളാർ, ഹട്ടി സ്വർണ്ണക്കനി കർണാടകയും. രാംഗിരി സ്വർണ്ണക്കനി ആന്ധ്രാപ്രദേശിലാണ് കിടക്കുന്നത്. രാംഗിരി സ്വർണ്ണക്കനി എവിടെ? ആന്ധ്രാപ്രദേശിൽ. ഇന്ത്യയുടെ വജ്രക്കനി ഏതാണ്? ഇന്ത്യയുടെ വജ്രക്കനി പന്ന. പന്ന വജ്രക്കനി എവിടെയാണ്? ഇന്ത്യയുടെ വജ്രക്കനി പന്ന മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി എവിടാന്ന് ചോദിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ നേപ്പാനഗർ. ഇന്ത്യയുടെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി എവിടെയാണ്? മധ്യപ്രദേശിലെ നേപ്പാനഗർ. ഇന്ത്യയുടെ പെൻസിലിൻ ഫാക്ടറി എവിടാന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടാന്നറിയാമോ പെൻസിലിൻ ഫാക്ടറി? പിംബ്രി, മഹാരാഷ്ട്രയിലെ പിംബ്രി. അപ്പൊ ഇന്ത്യയുടെ പെൻസിലിൻ ഫാക്ടറി എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പിംബ്രി. ന്യൂസ് പ്രിന്റ് ഫാക്ടറി എവിടെ? നേപ്പാനഗർ. ഇന്ത്യയുടെ വജ്രക്കനി ഏതാ? പന്ന. ഇന്ത്യയുടെ ഏറ്റവും വലിയ കൽക്കരി കനി ഏതാണ്? ഏറ്റവും വലിയ കൽക്കരി കനി ജാറിയ, ജാർഖണ്ഡ്. ഏറ്റവും പഴയ കൽക്കരി കനി ഏതാ? ഏറ്റവും പഴയ കൽക്കരി കനി റാണിഗഞ്ച്, പശ്ചിമ ബംഗാൾ. റാണിഗഞ്ച്, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാല ഏതാ? ജാംനഗർ. ഗുജറാത്തിലെ ജാംനഗർ. അപ്പൊ ഏറ്റവും വലിയ എണ്ണ കനി ചോദിച്ചാൽ ബോംബെ ഹൈയും, എണ്ണ ശുദ്ധീകരണ ശാല ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? ശാല ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ജാംനഗർ, ഗുജറാത്തിലാണ്. അതുപോലെ ഏറ്റവും പഴയ എണ്ണക്കനി ചോദിക്കും ദിഗ്ബോയി, ആസാം. ഏറ്റവും പഴയ എണ്ണക്കനി ഏതാണ്? ആസാമിലെ ദിഗ്ബോയി ആണ് കേട്ടോ. ജൂം കൃഷിരീതി ആസാമിലാണ്. ജൂമിങ് കൃഷിരീതി അരുണാചൽ പ്രദേശ്. തെറ്റിപ്പോരുത്. ജൂം കൃഷിരീതി ആസാമിലാണെങ്കിൽ ജൂമിങ് കൃഷിരീതി എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ജൂമിലെ ഒരു നൃത്തരൂപം പറഞ്ഞ്, അല്ല ആസാമിലെ ഒരു നൃത്തരൂപം പറഞ്ഞ് ബിഹു അല്ലെ. ബിഹു, അനകിയ നട്, സാത്രിയ എന്നീ കലാരൂപങ്ങൾ ആസാമിലല്ലേ? ബിഹു, അനകിയ നട്, സാത്രിയ. ആസാമിലെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ എന്ന് പറയുന്നത്. അത് ആസാമിലാണ്. ആസാമിലല്ലേ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്ന കാസിരംഗ ദേശീയ പാർക്ക്? ആണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്നത് കാസിരംഗ ദേശീയ പാർക്ക് ആസാമിലാണ്. പിന്നെയുണ്ട് ആസാമിൽ മനാസ് ദേശീയ പാർക്ക്. റോയൽ ബംഗാൾ കടുവയെ കാണപ്പെടുന്ന ദേശീയ പാർക്ക് മനാസ് അല്ലേ? ആണ്. റോയൽ ബംഗാൾ കടുവയെ കാണപ്പെടുന്നത് മനാസ് ആണ്. വെള്ളക്കടുവകളെ കാണപ്പെടുന്ന ദേശീയ പാർക്ക് അല്ലേ ഇവിടെ? നന്ദൻകാനൻ ദേശീയ പാർക്ക് ഒഡീഷ ആണ്. നന്ദൻകാനൻ ദേശീയ പാർക്ക് ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഹെമിസ് ദേശീയ പാർക്ക് അല്ലെ. ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഹെമിസ്, ലഡാക്കിലാണ് ഹെമിസ് ദേശീയ പാർക്ക്. അവിടെ സംരക്ഷിക്കുന്നത് ഹിമപ്പുലികളെയാണ്. ഹിമപ്പുലികളെ സംരക്ഷിക്കുന്നത് എവിടെയാണ്? ഹെമിസ് ദേശീയ പാർക്ക് അല്ലെ. വാൽമീകി ദേശീയ പാർക്ക് ബീഹാറിലുണ്ട് കേട്ടോ. വാൽമീകി ദേശീയ പാർക്ക് എവിടെയാണ് ഉള്ളത്? ബീഹാറിലാണ്. ആദ്യത്തെ ദേശീയ പാർക്ക് അല്ലേ ജിം കോർബറ്റ് ദേശീയ പാർക്ക്? ഉത്തരാഖണ്ഡിലല്ലേ? അതിന്റെ ആദ്യകാല നാമല്ലേ ഹെയ്ലി നാഷണൽ പാർക്ക്? ആണ്. ഹെയ്ലി നാഷണൽ പാർക്ക്. ഈ ഹെയ്ലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയല്ലേ രാംഗംഗ? ആണ്. രാംഗംഗയാണ് ഹെയ്ലി നാഷണൽ പാർക്ക്. ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഏതാണ്? ഡെറാഡൂൺ അല്ലെ. ഡെറാഡൂൺ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം ഡെറാഡൂൺ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ദിരാഗാന്ധി ഫോറസ്റ്റ് അക്കാദമി, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ എവിടെയാ? ഡെറാഡൂണിലാണ് അല്ലെ. ONGC ആസ്ഥാനം നേരത്തെ ഡെറാഡൂണിലായിരുന്നു. ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ONGC ഇപ്പൊ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. എന്നാ വന്നേന്ന് ചോദിക്കാം. ONGC 1956 ONGC വന്നത്. ONGC വന്നതാണ് 55 വന്നു, 56 പ്രവർത്തനം തുടങ്ങി. 56 ONGCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ സ്കൂൾ
സ്കൂൾ തലസ്ഥാനം ഏതാ? ഡെറാഡൂൺ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ? ഡെറാഡൂൺ. കേരളത്തിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ? പീച്ചി. 1975 വന്ന തൃശൂർ ജില്ലയിലെ പീച്ചിയാണ് അല്ലെ. പീച്ചി നമ്മൾ വേറൊന്നും പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതിയും പീച്ചിയാണ്. ഇക്കണ്ട വാര്യരുടെയൊക്കെ നേതൃത്വത്തിൽ വന്നത്. ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതിയാ. വലുത് ഏതെന്ന് ചോദിച്ചാൽ ആദ്യത്തേത് പീച്ചിയാണ്. മറന്നു പോരുത്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ച രാജ്യം കാനഡയാണ്. കാനഡയാണ് സഹകരിച്ച രാജ്യം ഏതെന്ന് വെച്ചാൽ. ഓക്കെ, കുറച്ച് റിവിഷൻ ആയെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് സഹകരിച്ചത്. ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം കാനഡ. രണ്ടാമത്തെ രാജ്യം ഏതാണ്? കാനഡ. കാനഡയുടെ ദേശീയ വിനോദം ഐസ് ഹോക്കിയാണ്. ഐസ് ഹോക്കിയിൽ 6 പേരാണ്. ഐസ് ഹോക്കിയിൽ എത്ര പേരാണ്? 6 പേര്. വോളിബോളിലും ഐസ് ഹോക്കിയിലും 6 പേരാണ്. കബഡിയിലും വാട്ടർ പോളോയിലും 7 പേരാണ്. കബഡിയിലും വാട്ടർ പോളോയിലും എത്ര? 7 പേര്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊന്ന് റിവിഷൻ നടത്തിയതാ. അത് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലേക്ക് നല്ല കുറെ ചോദ്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം വന്നത് 2023 മെയ് മാസം 28. മറന്നുപോരുത്. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. 2023 മെയ് 28-നാണ്. തറക്കല്ലിട്ടത് 2020 ഡിസംബർ 10-നും. അതിന്റെ ആകൃതി ത്രികോണാകൃതിയാണ്. പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ആകൃതി ഏതാണ്? ത്രികോണാകൃതി. നേരത്തെ നമ്മൾ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്. ഡെക്കാൻ പീഠഭൂമി ഏതാകൃതി എന്ന് ചോദിച്ചാലും ത്രികോണാകൃതിയാ പറയുന്നത്. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയും ത്രികോണാകൃതി. ഈ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ച പദ്ധതി സെൻട്രൽ വിസ്ത പദ്ധതി എന്നല്ലേ പറയുന്നത്? സെൻട്രൽ വിസ്ത പദ്ധതി പ്രകാരമാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി വിമൽ ഹാസ്മുഖ് പട്ടേലാണ്. വിമൽ ഹാസ്മുഖ് പട്ടേൽ. അതിന്റെ 3 കവാടങ്ങളുണ്ട്. ജ്ഞാൻദാർ, ശക്തിദാർ, കർമ്മദാർ. 3 കവാടങ്ങൾ ഏതൊക്കെയാണ്? ജ്ഞാൻദാർ, ശക്തിദാർ, കർമ്മദാർ. ദേശീയ പക്ഷിയായ മയിലിനെ, മറന്നുപോരുതേ, മയിലിനെ ആസ്പദമാക്കിയാണ് ലോകസഭാ ചേംബറും ദേശീയ പുഷ്പമായ താമരയെ ആസ്പദമാക്കിയാണ് രാജ്യസഭാ ചേംബറും ഉള്ളത്. തെറ്റിപ്പോരുതേ. ദേശീയ പക്ഷിയായ മയിലിനെ പ്രമേയമാക്കിയത് ലോകസഭാ ചേംബർ, താമരയെ ആക്കിയത് രാജ്യസഭാ ചേംബർ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് വനിതാ സംവരണ ബില്ലാണ് അല്ലെ. വനിതാ സംവരണ ബില്ല്. എത്ര ഭേദഗതി? 106 ഭേദഗതി. ബില്ലെത്രാണ്? 128 ഭേദഗതി ബില്ലുമാണ്. ബില്ലെത്രാണ്? 128 ഭേദഗതി ബില്ല്. അപ്പം വനിതാ സംവരണ ബില്ല് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഓർമ്മയുണ്ട്? ഓർമ്മ വേണം. ഓക്കെ, അടുത്തത് നോക്കാം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം 2023 സെപ്റ്റംബർ 19 വനിതാ സംവരണ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചതാണ്. അവതരിപ്പിച്ച ഡേറ്റ് ആണ് സെപ്റ്റംബർ 19. നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം സെപ്റ്റംബർ 19. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് 75 രൂപ നാണയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. മൊത്തം ഇരിപ്പിടങ്ങൾ 1272. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിലൊക്കെ വന്നാലോ. രാജ്യസഭയിൽ 384 സീറ്റും ലോകസഭയ്ക്ക് 888 സീറ്റുമാണ്. മധ്യപ്രദേശിലെ ഖജുരാവോയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വിജയ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. അത് ഇത്രയും ഓർത്തു വെച്ചിരിക്കണേ. അടുത്തത് MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളിലൊക്കെ തന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മാത്രം ഇവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. MS സ്വാമിനാഥനെ കുറിച്ച് ഇമ്പോർട്ടന്റ് മാത്രം ഒന്ന് സൂചിപ്പിക്കാം. ഇദ്ദേഹം മരിച്ച ഡേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത്. MS സ്വാമിനാഥൻ അന്തരിച്ച ഡേറ്റ് സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28. MS സ്വാമിനാഥൻ അല്ലെങ്കിൽ ഫാത്തിമ ബീബി 24 ഏതെങ്കിലും പ്രശസ്ത വ്യക്തികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഡേറ്റുകളെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കണേ. സെപ്റ്റംബർ 28. ഒന്നാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് MS സ്വാമിനാഥനെ അല്ലേ? ആണ്. ഇദ്ദേഹം ജനിച്ചത് എവിടെയാ? തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കുംഭകോണത്താണ്. അടുത്തത് വേൾഡ് ഫുഡ് പ്രൈസ് ആദ്യമായി ലഭിച്ചത് ഇന്ത്യക്കാരനാണ്. നമ്മുടെ MS സ്വാമിനാഥന് ലോക ഭക്ഷ്യ കാർഷിക പുരസ്കാരം ആദ്യമായി ലഭിച്ചതാരാ? ഇന്ത്യക്കാരൻ. 1987. മാക്സേസ് അവാർഡ് 71 കിട്ടി. MS സ്വാമിനാഥന്റെ പേരിൽ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെ? ചെന്നൈയിൽ. നമ്മുടെ കേരളത്തിൽ കൽപ്പറ്റയിൽ ഇതിന്റെ ഒരു ആസ്ഥാനമുണ്ട് കേട്ടോ. MS സ്വാമിനാഥൻ റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയിലുണ്ട്. ഫൗണ്ടേഷൻ ചെന്നൈയിലാണ്. MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനം സർബതി സോണോറ 64 എന്ന് പറയുന്നതാണ്. ഫാദർ ഓഫ് ഇക്കണോമിക് ഇക്കോളജി എന്ന് യുണൈറ്റഡ് നേഷൻസ് വിശേഷിപ്പിച്ച വ്യക്തിയും ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം മങ്കൊമ്പ് സാംബശിവൻ സദാശിവൻ എന്ന് പറയുന്നതാണ്. അപ്പോ അത് ഇത്രയും നോക്കണേ. ഞാൻ ഹരിത വിപ്ലവത്തെ കുറിച്ച് ഞാൻ വേറൊരു പോർഷനിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരാം. ഇതിപ്പോ അദ്ദേഹത്തിന്റെ കാര്യം മാത്രം ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കാര്യം മാത്രം ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ.
അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ ബാക്കിയും കൂടെ 1925 ഓഗസ്റ്റ് 7 ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ എം എസ് സ്വാമിനാഥൻ ജനിച്ചതെന്നാണ് 1925 ഓഗസ്റ്റ് 7. മരിച്ചതെന്നാ 2023 സെപ്റ്റംബർ 28. ഇദ്ദേഹം ജനിച്ചത് എവിടെ? തമിഴ്നാട്ടിലെ കുംഭകോണത്ത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ പുളിങ്കുന്നിലെ മങ്കൊമ്പാണ് ഇദ്ദേഹത്തിന്റെ തറവാട് വീട് കേട്ടോ. മങ്കൊമ്പാണ്. ഇദ്ദേഹത്തിന് മാഗ്സേസെ അവാർഡ് കിട്ടിയത് 71. മാഗ്സേസെ അവാർഡ് 71. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചത് 87. ഭാരതരത്നം മറന്നു പോരുത്. ഈ വർഷം 2023 ഭാരതരത്നം ലഭിച്ചു. 2024 ഈ വർഷം ഭാരതരത്നം ലഭിച്ചില്ല. മരണാനന്തരം ആണ് കിട്ടി. എന്നിട്ട് പത്മവിഭൂഷൺ ലഭിച്ചത് 89 ലഭിച്ചു. പത്മവിഭൂഷൺ എന്നാണ് 89. പത്മഭൂഷൺ ലഭിച്ചത് 72. പത്മശ്രീ ലഭിച്ചത് 67. അപ്പൊ പത്മവിഭൂഷൺ 89, പത്മഭൂഷൺ 72, പത്മശ്രീ ലഭിച്ചത് എന്നാണ് 67. ഹരിത വിപ്ലവത്തെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഗോതമ്പ് വിപ്ലവം എന്ന് വിളിച്ചൂടെ? ഹരിത വിപ്ലവത്തെ വിളിച്ചത് മറ്റൊരു പേരാണ് ഗോതമ്പ് വിപ്ലവം. പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് യുണൈറ്റഡ് നേഷൻസ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിച്ചത് ആരാണ്? എം എസ് സ്വാമിനാഥനെയാണ്. അപ്പൊ ബാക്കി ഡീറ്റെയിൽ ഞാൻ ഇതൊരു ബേസ് കാര്യം എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ജമ്മു കാശ്മീർ വിഭജനം ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പ്രാബല്യത്തിൽ വന്നത് 2019 ഒക്ടോബർ 31. പ്രാബല്യത്തിൽ വന്നതെന്നാണ് 2000. വെരി ഇമ്പോർട്ടന്റ്, ആ ഡേറ്റ് തെറ്റിപ്പോരുത്. ഒക്ടോബർ 31. പക്ഷെ നിയമം അംഗീകരിച്ചത് ചിലപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കും. എല്ലാവരും മറ്റേത് മാത്രം ഒക്ടോബർ 31 പഠിച്ചിട്ട് പോകുന്നത്. പക്ഷെ ഇത് ചോദിച്ചാലോ, ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 19 ഓഗസ്റ്റ് 5 ബില്ലിന് അംഗീകാരം രാഷ്ട്രപതിയുടെ നേടിയത് ഓഗസ്റ്റ് 9 തെറ്റിപ്പോരുത്, ഓഗസ്റ്റ് 9 അടുത്തത്, ജമ്മു കാശ്മീർ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ രാഷ്ട്രപതി ഉപയോഗിച്ച ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 370 കേട്ടോ. 370. അങ്ങനെ ഭരണഘടനയുടെ 370 കുറിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭാഗം 21 ഉൾപ്പെടുത്തി. അതും സ്റ്റേറ്റ്മെന്റിൽ വരാം. ജമ്മു കാശ്മീർ വിഭജനത്തെ തുടർന്ന് റദ്ദ് ചെയ്ത 2 വകുപ്പുകൾ ഏതൊക്കെ? 2 വകുപ്പുകൾ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തു, ആർട്ടിക്കിൾ 35A റദ്ദ് ചെയ്തു. ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തു, 35A. എന്താണ് 370 എന്ന് പറഞ്ഞാൽ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജമ്മു കാശ്മീരിനെ വേർതിരിക്കുന്നത്. അത് 370. എന്താ ആർട്ടിക്കിൾ 35A? ജമ്മു കാശ്മീരിന് അകത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് കിട്ടിയിരുന്ന, നമുക്ക് അങ്ങോട്ട് പോയി വസ്തുക്കളൊക്കെ മേടിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. ജമ്മു കാശ്മീരിന് അകത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് നൽകുന്ന പ്രത്യേക അവകാശത്തെ കുറിച്ചുള്ളത് ആർട്ടിക്കിൾ 35A. ആർട്ടിക്കിൾ 370 മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജമ്മു കാശ്മീരിനെ വേർതിരിക്കുന്നതുമാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. അനുച്ഛേദം 370 പിൻവലിച്ചതിനെ തുടർന്ന് ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്താനായിട്ട് കരസേന നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ മിഷൻ റീച്ച് ഔട്ട് കേട്ടോ. ഏറ്റവും വലിയ അങ്ങനെ കേന്ദ്രഭരണ പ്രദേശമായപ്പോഴത്തേക്ക് ഏറ്റവും വലിയ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ആയുടെ. അതിനുമുമ്പ് ആരായിരുന്നു? ആൻഡമാൻ നിക്കോബാർ ആയിരുന്നു. ഇപ്പൊ 2ാം സ്ഥാനത്താണ് ആൻഡമാൻ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശമാരാ? ജമ്മു കാശ്മീർ. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആയിട്ട് മാറി. ഏറ്റവും വലിയ നേരത്തെ ആൻഡമാൻ ആയിരുന്നു, ഇപ്പൊ 2ാം സ്ഥാനത്തെത്തി. അപ്പൊ ആൻഡമാൻ 2ാം സ്ഥാനത്തേക്ക് വന്നു. ഏറ്റവും വലിയ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന ജമ്മു കാശ്മീരും ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമായിട്ട് ലഡാക്കുമായിട്ട് പറഞ്ഞു. ലഡാക്കിന്റെ ഭാഗമായ ജില്ലകൾ കണ്ടോ? ലേയും കാർഗിലും 2 ജില്ലകളേ ഉള്ളൂ. ലഡാക്കിന്റെ തലസ്ഥാനം ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എവിടെയാ പഠിച്ചത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ജില്ല ലഡാക്കിലെ ലേ അല്ലേ? ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി സിന്ധു അല്ലേ? ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? സിന്ധു ആണ്. ഓക്കെ, ജമ്മു കാശ്മീരിന്റെ വേനൽക്കാല തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ജമ്മുവിന് 2 ശ്രീനഗർ, നേരത്തെ അറിയുന്ന തന്നെ. ജമ്മുവിന്റെ മഞ്ഞുകാല തലസ്ഥാനം ജമ്മു തന്നെ. ഇനി നല്ലൊരു ക്വസ്റ്റ്യൻ കണ്ടോ? കൽഹണന്റെ കാശ്മീരിനെ കുറിച്ച് ചരിത്രം വിവരിക്കുന്ന കൽഹണന്റെ കൃതി രാജതരംഗിണി. നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പൊ രാജതരംഗിണി എന്തിന്റെ ചരിത്രമാണ്? കാശ്മീരിന്റെ. ആരാ എഴുതിയത്? കൽഹണൻ. മറന്നുപോരെ. മൂഷക വംശം എഴുതിയതാ. മൂഷക വംശം അതുലൻ, ശ്രീകണ്ഠന്റെ രാജാവായിരുന്ന അതുലനാണ്
ആണ് മൂഷകവംശം എഴുതിയത്? മറന്നുപോരുതേ, അത് നല്ലൊരു ചോദ്യമായിരുന്നു. ഓക്കെ, ഇനി രോഗനിർണയ ടെസ്റ്റുകൾ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇഷിഹാര ടെസ്റ്റ്, വർണ്ണാന്തതയുടെ വേറൊരു പേര് പറഞ്ഞേ, ഡാൾട്ടനിസം. ജോൺ ഡാൾട്ടൺ കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ വർണ്ണാന്തത. ഷിക്ക് ടെസ്റ്റ്, ഡിഫ്തീരിയ. ഷിക്ക് ടെസ്റ്റ് ഏതാണ്? ഡിഫ്തീരിയ. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന ഡിഫ്തീരിയ അല്ലേ? ആണ്. തൊണ്ടമുഴ ഏതാണ്? തുണ്ടമുഴ ടൈഫോയിഡ് ആണ്. തൊണ്ടമുഴ ഏതാണ്? ടൈഫോയിഡ് ആണ്. അല്ല, തൊണ്ടമുള്ള് ഡിഫ്തീരിയ, തൊണ്ടമുഴ ഗോയിറ്റർ. തൊണ്ടമുഴ ഏതാ? ഗോയിറ്റർ. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. കണ്ടോ, ഇപ്പോഴത്തെ വനിതാ കോൺസ്റ്റബിളിന് ഇത് ചോദിച്ചു. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡിന്റെ രോഗാണു. സാൽമോണല്ല ടൈഫി നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. ടൈഫോയിഡ് ബാധിക്കുന്ന അവയവം ഏതാ? കൊടല്. ഡിഫ്തീരിയ ബാധിക്കുന്ന എവിടെയാ? തൊണ്ട. റോസ് ബംഗാൾ ടെസ്റ്റ് ഏതാ? നിശാന്തത. കേട്ടോ, നിശാന്തത. നല്ലൊരു ചോദ്യമുണ്ട്. വിറ്റാമിൻ A1 കുറവ് മൂലമാണ് നിശാന്തത. വിറ്റാമിൻ A2 കുറവ് മൂലം എന്ന് ചോദിച്ചാൽ സീറോപ്താൽമിയ എഴുതാവും കേട്ടോ. വിറ്റാമിൻ A1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത. വിറ്റാമിൻ A2 കുറവ് മൂലം ഉണ്ടാകുന്നത് സീറോപ്താൽമിയ. ടൂർണിക്കറ്റ് ടെസ്റ്റ്, ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി ഏതാ? വൈറസ് ആണ്. പക്ഷെ എലിപ്പനി ബാക്ടീരിയ. വെരി വെരി ഇമ്പോർട്ടന്റ്. എലിപ്പനി ബാക്ടീരിയ. ബാക്കി ഏത് പനി നിങ്ങൾ ഏത് പറഞ്ഞാൽ മതി, വൈറസ് പറഞ്ഞാൽ. ഡെങ്കിപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി, മഞ്ഞപ്പനി, ഇങ്ങനെയുള്ള പനികളെല്ലാം ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ മതി, വൈറസ് പറഞ്ഞാൽ മതി. പക്ഷെ എലിപ്പനി ചോദിച്ചാൽ ബാക്ടീരിയ എഴുതണം കേട്ടോ. പാപ്സ്മിയർ ടെസ്റ്റ്, ഗർഭാശയ ക്യാൻസർ. മാമോഗ്രാഫി ടെസ്റ്റ്, സ്തനാർബുദം. ഓക്കെ, അടുത്തത് ഡോപ്പിംഗ് ടെസ്റ്റ്, ഉത്തേജക മരുന്ന് കണ്ടുപിടിക്കുന്നത്. എലിസ ടെസ്റ്റ്, നേവ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, എയ്ഡ്സ്. എയ്സ ടെസ്റ്റും വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും നേവ ടെസ്റ്റ് ഒക്കെ ഏതാണ്? എയ്ഡ്സ് ആണ് കേട്ടോ. എയ്ഡ്സ് സ്ഥിരീകരണ ടെസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് തന്നെ പറയണം കേട്ടോ. ലെപ്രാമിൻ ടെസ്റ്റ്, ഹിസ്റ്റാമിൻ ടെസ്റ്റ് ഒക്കെ കുഷ്ഠമാണ്. മാൻഡോക്സ് ടെസ്റ്റ് ക്ഷയം. മാൻഡോക്സ് ടെസ്റ്റ് ഏതാ? ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവാണ് ക്ഷയം. പക്ഷെ രാജകീയ രോഗം ഹീമോഫീലിയ ആണ് കേട്ടോ. രാജകീയ രോഗം ഏതാ? ഹീമോഫീലിയ. ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഏഷ്യൻ ഗെയിംസ്. ഓക്കെ, ഏഷ്യൻ ഗെയിംസ് നോക്കെ. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡലുകൾ എത്ര? ഇന്ത്യക്ക് എത്ര? ഇപ്പൊ നടന്ന വനിതാ കോൺസ്റ്റബിളിനും ചോദിച്ചു. ഇന്ത്യക്ക് എത്ര മെഡലുകൾ കിട്ടിയത്? 28 സ്വർണം. ചിലപ്പോൾ എടുത്തു ചോദിക്കുക എത്ര സ്വർണം? 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലവുമായി ആകെ എത്രാം സ്ഥാനമാണ്? 107 മെഡലുകളാണ് ഏഷ്യൻ ഗെയിംസിൽ കിട്ടിയത്. ഇന്ത്യക്ക് ഇതാണ് ചോദിച്ചത്. എത്ര മെഡലുകൾ കിട്ടി? 107 മെഡലുകൾ അല്ലെ. എത്രാമത് ദേശീയ ഗെയിംസ് ആണ് നടന്നത്? ഇപ്പം 19ാം ഏഷ്യൻ ഗെയിംസ് ആണ് ഇപ്പൊ നടന്നത്. 19ാം ഏഷ്യൻ ഗെയിംസ്. ഇന്ത്യക്ക് എത്രാം സ്ഥാനം? 4ാം സ്ഥാനം. 1 ചൈന, 2 ജപ്പാൻ, 3 ദക്ഷിണ കൊറിയ. 1 ചൈന, 2 ജപ്പാൻ, 3 ദക്ഷിണ കൊറിയ. എവിടെ വെച്ചാണ് നടന്നത്? 19ാം ഏഷ്യൻ ഗെയിംസ് നടന്നത് 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ ചൈനയിലെ ഹാങ്ഷൂവിൽ വെച്ചല്ലേ നടന്നത്. ഒക്ടോബർ 8 വരെയാണ് നടന്നത്. അപ്പം ചൈനയിൽ വെച്ചായിരുന്നു. അടുത്ത നോക്കേ, 19ാം ഏഷ്യൻ ഗെയിംസ് ചൈനയിലെ ഹാങ്ഷൂവിൽ വെച്ച്. ഉദ്ഘാടനത്തിന്റെ പതാക ഏന്തിയത് ഹർമൻപ്രീത് സിംഗും ലെവലീന ബോർഗെഹൈനും. സമാപന ചടങ്ങിൽ ഇന്ത്യ പതാക ഏന്തിയത് PR ശ്രീജേഷ്. പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം M ശ്രീശങ്കർ. മറന്നുപോരുത്, വെള്ളി മെഡൽ നേടിയത് M ശ്രീശങ്കർ. ബാഡ്മിന്റൺ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ മലയാളി HS പ്രണോയി. ഏത് കായിക ഇനം? ബാഡ്മിന്റൺ. ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ അനൂറാണിക്ക് ജാവലിൻ ത്രോയിൽ സ്വർണം കിട്ടി. ഗോൾഫ് ഇനത്തിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് വെള്ളി മെഡൽ നേടി അദിതി അശോക്. ഇനി അടുത്ത ഏഷ്യൻ ഗെയിംസ് 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിൽ വെച്ചാണ്. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് 1951 ന്യൂഡൽഹിയിലാണ്. ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം എപ്പോഴും മുന്നോട്ട്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ഗുരുദത്ത് സോദി. ആദ്യ ഏഷ്യൻ ഗെയിംസിലെ വിജയി ജപ്പാനാണ്. 2ാം സ്ഥാനം അന്ന് ഇന്ത്യക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം എന്ന 51 ന്യൂഡൽഹിയിലാണ് തുടങ്ങിയത്. ഏഷ്യൻ ഗെയിംസ് ജപ്പാനാണ് ആദ്യ വിജയി. 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം എപ്പോഴും മുന്നോട്ട്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോദിയാണ്. മെയിൻ കാര്യം ഞാൻ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ഏഷ്യൻ ഗെയിംസിന്റെ ഡീറ്റെയിൽ പറഞ്ഞോണം. ഞാൻ മൊത്തവും കൂടെ ഒന്ന് എഴുതി തന്നാൽ അതങ്ങ് ക്ലാസ്സായി പോകും. ഏഷ്യൻ ഗെയിംസിന്റെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇന്ത്യക്ക് സ്വർണം നേടിയത് ഏതൊക്കെ ഇനത്തിലാണ് എന്ന് നോക്കിയേക്കണം. കേരളത്തിൽ നിന്ന് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ആ കായിക ഇനവും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അത് കായിക ഇനങ്ങളും കൂടെ പഠിക്കുക. അത്യാവശ്യം കുറച്ചൊക്കെ റിവിഷൻ നടത്തി കൊച്ചു കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതും കൂടെ സൂചിപ്പിച്ചാണ് ഞങ്ങളുടെ പോകുന്നത്. ഇതേന്നും പറഞ്ഞിരിക്കില്ല. അതുകൊണ്ട് ഒരു അധ്യാപകൻ പറയാണ്, ഇനി ഈ യഥാർത്ഥ ടോപ്പിക് എടുക്കുമ്പോൾ മാക്സിമം അതും കൂടെ കവർ ചെയ്ത് പോകത്തക്ക രീതിയിൽ പോകണം. ഇപ്പൊ ഏഷ്യൻ ഗെയിംസ് എടുത്താൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളങ്ങ് പഠിച്ചോണം. അതുപോലെ പാർലമെന്റ് സമ്മേളനമോ വനിതാ സംവരണ ബില്ലോ ഒക്കെ കേട്ടോ. ഞാൻ പറ്റുന്ന റിവിഷൻ അവസാന നിമിഷം വരുമ്പോൾ ഞാൻ മെയിൻ കാര്യം
കാര്യങ്ങളെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും കുറച്ചു നേരം നിങ്ങൾ എൻ്റെ കൂടെ നിന്നതിലും ഇതുപോലെ പഠിക്കുക, ഇത് കഴിഞ്ഞ് ജസ്റ്റ് കേൾക്കുക, കഴിഞ്ഞു. അടുത്ത നിങ്ങൾ നോക്കേണ്ടത് കറക്റ്റ് LDCക്ക് പോർഷൻ അനുസരിച്ച് സിലബസ് അനുസരിച്ച് പെർഫെക്റ്റ് ആയി പോവുക. ഇത് നിങ്ങൾക്ക് ഒരു റിവിഷൻ സെക്ഷൻ കൊണ്ടുവരുന്നേ ഉള്ളൂ. ഓക്കെ, ഒത്തിരി സന്തോഷത്തോടെ നല്ലൊരു 5 ടോപ്പിക്കുമായിട്ട് ഹോട്ട് ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.